നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം റെഡ്മി ഒരു പുതിയ ഫോൺ കൂടി ലോഞ്ച് ചെയ്തു, അതും 5G ഫോൺ. അവർ ലോഞ്ച് ചെയ്ത ഫോൺ ഏതെന്ന് പറയുകയാണെങ്കിൽ അത് റെഡ്മി നോട്ട് 90 ആണ്. ഇന്ത്യയിലല്ല, ഗ്ലോബലിയാണ് അവർ ഈ ഫോൺ ലോഞ്ച് ചെയ്തത്. അപ്പൊ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഈ ഫോൺ, അതായത് ഈ റെഡ്മി നോട്ട് 90യുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിരിക്കും ചെയ്യുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ ഈ ഫോൺ ഇറങ്ങിയ പ്രൈസിൽ അതൊരു മികച്ച ചോയ്സ് ആണോ, അതിന് പുറമെ ഈ ഫോൺ എന്നത്തേക്ക് ഇന്ത്യയിൽ വരും എന്ന കാര്യങ്ങളായിരിക്കും നമ്മളുടെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, അപ്പോൾ നമുക്ക് നേരെ ഈ ഫോൺ ഡിസ്പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 6.53 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ 6.53 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഇവിടെ ലഭിക്കുന്നുള്ളൂ. ഇനി ഈ ഫോണിൽ നമുക്ക് 19.5:9 ആസ്പെക്ട് റേഷ്യോ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്കിവിടെ 88% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗുണ്ട ഗ്ലാസ് ആൻഡ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ TUV റെയിലിംഗ് സർട്ടിഫിക്കേഷൻ, റീഡിംഗ് മോഡ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ റെഡ്മി നോട്ട് 90 ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫോണിൽ 5G ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയാടെക് ഡയമൻസിറ്റി 800U ആണ്. പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. നോർമൽ യൂസിലും ഹെവി യൂസിലും നമുക്ക് ഈ ഫോണിൽ യാതൊരു പെർഫോമൻസ് ഇഷ്യൂസും നമുക്ക് കാണാൻ സാധ്യതയില്ല. ഇനി ഇവിടെ നമുക്ക് LPDDR4X RAM ആണ് ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പിൽ ലഭിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് OS എന്ന് പറഞ്ഞാൽ MIUI 12 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ വളരെ മികച്ചതായിട്ടുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിലെ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിന് പുറമെ നമുക്ക് ഇവിടെ 2 മെഗാ പിക്സലിലെ മാക്രോ സെൻസറും 2 മെഗാ പിക്സലിലെ ഡെപ്ത് സെൻസറും നമുക്ക് ഈ ഫോണിൽ റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ റെഡ്മി നോട്ട് 90 ലഭിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ബാറ്ററിയിൽ 5000 mAh ബാറ്ററി ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഈ ഫോണിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ബോക്സിലാണെങ്കിൽ 22 വാട്ടിന്റെ ചാർജാണ് നമുക്ക് ബോക്സിൽ ലഭിക്കുന്നത്. ഈ ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 5G ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിന് പുറമെ നമുക്ക് ഇവിടെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ 3.5 ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ, ഫേസ് അൺലോക്ക്, NFC സപ്പോർട്ടിങ്, പിന്നെ ഇവിടെ നമുക്ക് IR പ്ലാസ് തുടങ്ങിയ എല്ലാവിധ ഫീച്ചറും പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 2 വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് ആയ 4GB 64GB പ്രൈസ് എന്ന് പറയുന്നത് അറൌണ്ട് 20,000 രൂപയാണ്. രണ്ടാമത്തെ വേരിയന്റ് ആയ 4GB 120GB പ്രൈസ് എന്ന് പറയുന്നത് അറൌണ്ട് 24,000 രൂപയുമാണ്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ റെഡ്മി 90 എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫീച്ചറുകളൊക്കെ തരുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ ഫോൺ ഗ്ലോബലിയാണ് ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ഫോണിന്റെ പ്രൈസ് ഒരു 15,000 രൂപ പ്രൈസിൽ ഇറക്കുകയാണെങ്കിൽ അത് ഷവോമിക്ക് ഒരു മേൽക്കൈ നേടി കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഷവോമി തന്നെ 20,000 രൂപ പ്രൈസിൽ 108 മെഗാ പിക്സൽ ക്യാമറയൊക്കെ അടങ്ങിയ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇതേ പ്രൈസിൽ തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുകയാണെങ്കിൽ അത് അവർക്കൊരു നഷ്ടമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതിലുപരി വീഡിയോ ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.